ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി. എൻ്റെ മുമ്പുള്ള ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മുമ്പുള്ള മറ്റൊരു പ്രവാചകനും ആ കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. ഒന്നാമതായി പറയുന്നു, ജുഇലത് ലിയൽ അർളു തഹൂറൻ വ മസ്ജിദ. ഭൂമി മുഴുവനും എനിക്ക് ശുദ്ധിയുള്ളതാക്കി, നിസ്കരിക്കാൻ യോഗ്യമായ ഇടമാക്കി തന്നു. മുത്തുനബിയുടെ പ്രത്യേകതയാണത്, മുത്തുനബിയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത. മുൻകാല സമുദായക്കാർക്ക് ഭൂമിയിൽ എവിടെ പോയും നിസ്കരിക്കാൻ പറ്റിയിരുന്നില്ല. അവരുടെ പ്രത്യേകമായ ആരാധനാ സ്ഥലങ്ങളിൽ മാത്രമേ, പള്ളികൾ പോലത്ത ആരാധനാ മഠങ്ങളിൽ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതുപോലെ വെള്ളം കൊണ്ട് മാത്രമേ അവർക്ക് ശുദ്ധീകരിക്കാൻ പറ്റിയിരുന്നുള്ളൂ, മണ്ണ് പറ്റിയിരുന്നില്ല. എന്നാൽ മുത്തുനബിക്കും അവിടുത്തെ ഉമ്മത്തിനും ഭൂമി മുഴുവനും എവിടെ നിന്നും മണ്ണെടുത്ത് തയമ്മും ചെയ്യാം, ശുദ്ധിയാക്കാം. അതുപോലെ ശുദ്ധിയുള്ള ഏത് സ്ഥലത്ത് പോയിട്ടും നിസ്കരിക്കാനുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകി. وأحلت لي الغنائم ولم تحل لنبي كان قبلي. ഗനീമത്ത് സ്വത്ത്, ശത്രുക്കളുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന സമ്പത്ത്, അത് മുസ്ലിങ്ങൾക്ക് ഓഹരി വെച്ചെടുക്കാം നിശ്ചിതമായ നിയമങ്ങൾക്കനുസരിച്ച്. എന്നാൽ മുൻകാല സമുദായക്കാർക്ക് അങ്ങനെയായിരുന്നില്ല. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് അത് വെക്കുക, എന്നിട്ടത് നശിച്ചു പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ മുത്തുനബിക്ക് അത് അല്ലാഹു അനുവദിച്ചു കൊടുത്തു. وَنُصِرْتُ بِالرُّعْبِ مَسِيرَةَ شَهْرٍ عَلَى عَدُوِّي. 1 മാസത്തെ വഴിദൂരം ശത്രുക്കളുടെ മേലിൽ നൽകി, ഭയം നൽകിയിട്ട് എന്നെ സഹായിക്കപ്പെട്ടു. 1 മാസം സഞ്ചരിക്കാനുള്ള ദൂരത്ത് നിന്ന് പോലും മുത്തുനബിയെ പേടിക്കുന്നു ശത്രുക്കൾ. മുത്തുനബിയോട് വലിയ ഭയം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. 3-ാമത്തെ കാര്യമാണ്, വബുഇസ്തു ഇലാ കുല്ലി അഹ്മറ വ അസ്വദ. എല്ലാ ചുവന്നവനിലേക്കും കറുത്തവനിലേക്കും എല്ലാവരിലേക്കും നിയുക്തരായവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാത്രമല്ല, എല്ലാവരിലേക്കും. 5-ാമതായി വഉഅതീതു ശഫാഅ. ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്, എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വഹിയനായിലതും മിൻ ഉമ്മത്തി മല്ലാ യുശ്രികു ബില്ലാഹി ശൈആ. അതാർക്കാണ് ലഭിക്കുക? എൻ്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും എൻ്റെ ശഫാഅത്ത് ലഭിക്കും. ത്വഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും അത് ലഭിക്കുന്ന മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരും നഫ്സി നഫ്സി, എൻ്റെ നഫ്സ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി എന്നാണ് പറയുന്നത്. എൻ്റെ ഉമ്മത്ത്. ശഫാഅത്ത് ചെയ്യാൻ മുത്തുനബി മുന്നോട്ട് വരും. അനലഹ, ഞാനതിന് തയ്യാറാണ്, ഐ ആം റെഡി എന്ന് പറഞ്ഞ് മുത്തുനബി കടന്നു വരുമ്പോൾ ആ മുത്തുനബിയുടെ ശഫാഅത്ത് നമുക്ക് അള്ളാഹു നൽകട്ടെ. അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മുത്തുനബിയുടെ ശഫാഅത്തിൽ അവിടുത്തെ ജിവാറിലായി സ്വർഗലോകത്ത് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക
يا أرحم الراحمين.